മോളെ പെങ്കി, മോളെ എനിക്കൊന്നും കേക്കണ്ട. ഞാനൊരു കാര്യം പറയട്ടെ? വേണ്ട. അകത്ത് വെച്ച് ആ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞാ നീ പേടിക്കുമെന്ന് പേടിച്ചിട്ടാ ഞാനത് പറയാതിരുന്നത്. എന്തോ ഞാൻ പേടിക്കുന്ന മാത്രം കാര്യം? ഞാനത് എങ്ങനെയാ നിന്നോട് പറയുന്നത്? ഈ വീട്ടിലെ ഒരു പ്രേതമുണ്ട്. പ്രേതത്തെ ഞാൻ നേരിട്ട് കണ്ടു മോളെ. അതിന്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ കിടക്കുക, തലമുടി, അതുപോലെ തന്നെ കണ്ണ് ഇത്രയുണ്ട്, പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുക, അതിങ്ങനെ ചുമന്നിരിക്കുക. പിന്നെ മൂക്കില്ല, മൂക്കിന്റെ ഭാഗത്തൊരു കുഴി, ദിവസം 2 പല്ല് വെളിയിലോട്ട് ഇറങ്ങിക്കുക. അത് വെച്ചാ മനുഷ്യരുടെ ബ്ലഡ് കുടിക്കുന്നത്. കഴുത്തലൊക്കെ അങ്ങ് ഇറക്കിട്ട് പിടിക്കുക. അതുപോലെ തന്നെ മാംസവും എല്ലും ഒക്കെ തിന്നുന്നത്. ഞാൻ സത്യം പറഞ്ഞ പേടിച്ചു പോയി ഇവിടെ. അവൻ ഇങ്ങനെ വരുത്തുപോക്കുണ്ട് ഇവിടെ. അവൻ രാത്രി കാലങ്ങളിൽ ഈ വീട്ടിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ആരെയോ തപ്പാൻ വേണ്ടി അവൻ കറങ്ങുന്നു, ഉറപ്പ്. നമ്മളെ കൊല്ലുവോ? കൊല്ലത്തിലൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ മാമന് അതിനു വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഗിണ്ട. രക്ഷ. അല്ല, ഇത് തരാൻ പറ്റത്തില്ല. മാമനൊരെണ്ണം കെട്ടിയിട്ടുണ്ട്. അത് പൊട്ടിപ്പോവോ കത്തിപ്പോവോ എല്ലാം ചെയ്ത ഒരു സ്റ്റെപ്പിനായിട്ട് വെച്ചേക്കുക. അല്ല, നിനക്ക് മാമനല്ലയോ മക്കളെ? ഈ മാമനല്ലയോ ആരും ഇല്ലാത്തത്? മാമന് ഈ ഗിണ്ട തന്നെ ശരണം. അതുകൊണ്ടേ മോളോടൊരു കാര്യം പറയാം. രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് വെളിയിലിറങ്ങി നടക്കരുത്. എനിക്ക് പേടിയാണ്. ഞാൻ റൂമിൽ പോണപ്പോ. അല്ല, മാമനെ ഒറ്റയ്ക്കാക്കി. കിടക്കാൻ വിളിച്ച് മെനക്കേടായല്ലോ, ഉറങ്ങാനും പറ്റുന്നില്ല. വാതിലിന് ആരാണ്ട് മുട്ടുന്നു, അറിഞ്ഞൂടാ. ആരാണ്ട് വാതിലെ മുട്ടും, അറിഞ്ഞൂടാ. ആരാ ആരാ? ഞാൻ ആരാ? അല്ല, പ്രശ്നമല്ല. ഞാൻ കണ്ടു. ഓ, പേടിപ്പിച്ചല്ല. ശബ്ദം കേട്ടോ? ശബ്ദം അടുക്കളയുടെ ഭാഗത്ത് ശബ്ദം കേൾക്കുന്ന. വന്നേ, നമുക്ക് നോക്കാം. ശരീരം ഉണ്ടല്ലോ. അതിന് നീ മുമ്പ് എനിക്ക് അണ്ണാ 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 നീ ആയിരുന്നാ? നിങ്ങളായിരുന്നാ? ഞാൻ പേടിച്ചുപോയി. ഓ, നീ പേടിച്ചു പോയല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇവിടെ പ്രേതമുണ്ടെന്ന്. എന്തിനാ അവിടെ രാത്രി കിടന്ന് കറങ്ങുന്നത്? അത് മാമ, എല്ലാ രാത്രി ഈ സമയമാകുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കും. പിന്നെ മാമ പ്രേതം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോ എനിക്കൊന്ന് കൂടുതൽ വിശന്നു. അപ്പൊ എന്നും രാത്രി മൂടി പറിച്ചോണ്ട് നീയാണ് ഇതിലേ പോണതല്ലേ? അത് പിന്നെ മഴയൊക്കെ അല്ലേ, തണുപ്പായോണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോവാം. ഇന്നലെ രാത്രി ഞാൻ കണ്ട രൂപോ? എപ്പോ? ഇന്നലെ ഇതേ സമയത്താണ്. അപ്പൊ ഞാൻ ആയിരിക്കും. അത് ശരി. അപ്പൊ കട്ടിലിന് ഇറങ്ങിയ പിങ്കി പ്രേതമാണല്ലേ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നത്?
എന്നാലും അണ്ണ എവിടെ കണ്ട് പേടിച്ചില്ല പനിയും വന്നല്ലേ അണ്ണനി? അല്ല, രാത്രി ഈ രൂപം കണ്ട് ആരായാലും പേടിക്കും. ഞാൻ കരുതി കുട്ടിച്ചാ നീയല്ലേ പറഞ്ഞത് കറുകൂറ എല്ല് കടിച്ച് തിന്ന ശബ്ദം കേട്ടെന്ന് അടുക്കളയല്ലേ? ഞാൻ കേട്ടായിരുന്നു. ആ അതെ, എനിക്ക് ഇന്നലെ തിന്നാൻ കിട്ടിയത് അച്ചപ്പോയിരുന്നു. അയ്യേ, പാടി. ഇനി എങ്ങാണ്ട് രാത്രി ഇവിടെ ഇറങ്ങി നടന്ന അടിച്ച് നിന്റെ ചെവിക്കല്ല് ഞാൻ തിരിക്കും. ഇറങ്ങൂല, ഞാൻ എല്ലാ ഫുഡും കൊണ്ട് റൂമിൽ വെച്ചാളയ്യോ.